ദിവസം കഴിയും തോറും ഗാഥ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ 41 ദിവസം ഒന്ന് തീർന്നു കിട്ടണമെന്നേ ഉള്ളൂ. ഗോപാലേട്ടാ, ഈ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാ. ഗാഥയുടെ അഹങ്കാരം ഇനി കൃഷ്ണ സഹിക്കേണ്ട കാര്യം എന്താ? സിത്താര മാഡത്തിനെ വിളിച്ചാലോ ബഹളം വെച്ചാലോ എന്നൊക്കെ ഞാനും ആലോചിച്ചതാ സുനന്ദേ. പിന്നെ അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു പറയാൻ പറ്റില്ല. അകത്ത് കിടന്നുറങ്ങുന്ന ആ പാവം ഉണ്ടല്ലോ, എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അത് ശരിയാ, പക്ഷേ ഈ ദ്രോഹത്തിനൊരു അതിര് വേണ്ടേ? സത്യം പറഞ്ഞ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത ഒരാളോട് എത്രമാത്രം അവർക്ക് നന്ദി ഉണ്ടാവേണ്ടതാ. നന്ദിയൊന്നും കാണിക്കേണ്ട സുന്ദേച്ചി. എന്തായാലും ഞാൻ ചാവാൻ പോവല്ലേ, എന്നാ പിന്നെ അവിടെ എവിടെയെങ്കിലും കിടന്ന് ചത്തോട്ടെ എന്ന് കരുതിക്കൂടെ? സത്യം പറഞ്ഞ എനിക്കിപ്പോ ഒരാഗ്രഹമേ ഉള്ളൂ, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കാതെ ഒറ്റയടിക്ക് ആ ശാപമുള്ള സർപ്പം വന്ന് കൊത്തിയിട്ട് ഞാനിന്ന് തീർന്നോട്ടെ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശാപവും കാര്യങ്ങളും ഒക്കെ സത്യ, പക്ഷെ അത് നിനക്ക് ഏൽക്കില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ ഇത്രയൊക്കെ മുന്നോട്ട് പോയത്. അതെ, രണ്ടാളും കൂടി ഇനി ഇവിടെ ഇരുന്ന് ഈ കാര്യം സംസാരിക്കണ്ട. സങ്കടം വരുന്ന കാര്യങ്ങൾ കൂടുതൽ ഓർക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സുനന്ദേ, ഞാൻ അക്കാട വരെ ഒന്ന് പോയിട്ട് വരാം. ഗോപാല, കളരിക്കൽ തറവാട്ടില് ശാപമൊന്നും ഇല്ലാന്ന് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? തങ്കം, സുനന്ദേ, ഒരു മോള് നിനക്കും വളർന്നു വരുന്നില്ലേടി? അങ്ങനെയുള്ള ഒരമ്മയ്ക്ക് എത്ര വലിയൊരു കള്ളം പറയാൻ പറ്റുമോ?